ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഹെയർ ഡൈയുടെ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ കമൻറ്റുകളിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുടിക്ക് തീരെ ഉള്ളില്ല, അതുപോലെ തന്നെ മുടി ഒട്ടും തന്നെ വളരുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. അതിന് പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവും. മുടി ഉള്ളോടുകൂടി കരുത്തോടെ വളരാൻ മാത്രമല്ല കേട്ടോ, മുടിയുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. മുടിയുടെ ഡ്രൈനെസ്, സ്പ്ലിറ്റൻസ്, താരൻ, അതുപോലെ തന്നെ അകാലനര ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ സിറം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഈ ഒരു സിറം തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. ഒരുപാട് കാശ് ചിലവുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. മുടിക്ക് തീരെ ഉള്ളില്ലാത്തവരും മുടി നല്ലതുപോലെ കൊഴിയുന്നവരുമൊക്കെ ഉള്ളിയുടെ നീര് സ്ഥിരമായിട്ട് നമ്മുടെ തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1 മാസത്തിനുള്ളിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഞാനിത് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. നമ്മൾ എടുത്ത 2 സവാളയെ ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഗ്രേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തിട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലും മതി. നമുക്കിതിൻ്റെ നീരാണ് വേണ്ടത്. ഞാനിപ്പോൾ 2 സവാളയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നീരൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉള്ളി നീരിന് ആൻറ്റി ബാക്ടീരിയൽ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലയോട്ടിയിലുള്ള താരനൊക്കെ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം നിശേഷമായിട്ട് മാറിക്കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരൊറ്റ സിറം നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാവിധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. 2 സവാളയും നമ്മൾ നല്ലതുപോലെ അരിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ എടുത്ത ആ ഒരു ബൗൾ നിറച്ചും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സിറം തയ്യാറാക്കിയെടുക്കാനായിട്ട് അടുത്തതായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. ഞാനിവിടെ 2 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങൾ 1 പീസ് മാത്രം എടുത്താൽ മതി. ഇനി ഇതിൻ്റെ ജെല്ലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ഇല്ലയെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് അലവരയുടെ ജെല്ല് വാങ്ങാനായിട്ട് കിട്ടും. അത് 2-3 ടേബിൾ സ്പൂണ് അവസാനം നമ്മൾ ഈ ഒരു സിറം തയ്യാറാക്കിയിട്ട് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതും നമുക്കൊന്ന് അരച്ചെടുക്കണം. അതുകൊണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം കറ്റാർവാഴയുടെ ജെല്ലെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഞാനിതിന് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കുകയാണ്, പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട്. നല്ല സിൽക്കി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള മുടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും കറ്റാർവാഴയുടെ ജെല്ല് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ്. ഒരു 10 ഇലയോളം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് സിറമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ ചിലർക്കെങ്കിലും നീർക്കെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇതിലേക്ക് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അത് നമുക്ക് ഏകദേശം ഒരു ചെറിയ ബൗൾ നിറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സിറത്തിന് ആവശ്യമായിട്ടുള്ളത് കട്ടൻ ചായയാണ്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് 1 ഗ്ലാസോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചിട്ട് ഇതൊരു 1/2 ഗ്ലാസ്സാക്കി ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആഴ്ചയിൽ 1-2 പ്രാവശ്യം കട്ടൻ ചായ ഉപയോഗിച്ച് നമ്മൾ മുടി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അകാലനര നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി സമൃദ്ധമായിട്ട് വളർന്നു വരികയും ചെയ്യും. ഇപ്പം നമ്മുടെ ചായ തിളച്ച് ഒരു 1/2 ഗ്ലാസ്സായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കരുത് കേട്ടോ. ഇനി ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. കാരണം നമ്മൾ സിറം മിക്സ് ചെയ്യുന്നത് ചെറിയ ചൂടിൽ തന്നെയാണ്. ചൂടോട് കൂടി തന്നെ സിറം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഉള്ളിയുടെയൊക്കെ സ്മെല്ല് നമ്മൾ മുടിയിൽ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇളം ചൂടോട് കൂടി തന്നെ ഈ ഒരു സിറം എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള സിറം തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ആദ്യം തന്നെ നമ്മൾ ചൂടുള്ള കട്ടൻ ചായയിലേക്ക് ഒഴിച്ചു കൊടുത്തത് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന കറ്റാർവാഴയുടെ ജ്യൂസാണ് കേട്ടോ. അത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളിയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ സിറം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു സിറം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മുടിയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്.
വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമുക്ക് ഒട്ടുമിക്ക മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇനി നിങ്ങൾക്കിത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതില്ലാണ്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സിറം കുറച്ചും കൂടെ ഒന്ന് സ്ട്രോങ് ആവും, അത്രമാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് 2 ക്യാപ്സ്യൂളാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് ഈ ഒരു സിറം ഉപയോഗിക്കാനായിട്ട് കഴിയും. ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഒട്ടും തന്നെ പേടി കൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിറമാണ്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് ഞാൻ എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു തരാം. സാധാരണ ഞാൻ ഇതുപോലെ ചെറിയ കോട്ടൻ്റെ പീസിൽ ഇങ്ങനെയൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയോടിയിൽ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് നമുക്ക് മുടി കുറവുള്ള ഭാഗത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മുടെ മുടിയിൽ നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ചെയ്തു നോക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇന്ന് ഒരുപാട് പേരെ അലട്ടുന്ന ഒന്നാണ് മുടിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ മുടിയുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന ഈ ഒരു സിറം തീർച്ചയായിട്ടും എല്ലാവരിലേക്കും എത്താനായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ശരി, വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.